ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ 4 ദിവസത്തെ ഫ്രീ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. ഞാൻ ആദ്യം എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഫർസീന, സ്ഥലം തിരൂര്. ഓക്കെ. അപ്പോൾ എംബ്രോയിഡറി വർക്കിന് ആദ്യം നമുക്ക് മെറ്റീരിയൽസ് ഒന്ന് പരിചയപ്പെടാം. എന്തൊക്കെ മെറ്റീരിയലാണ് എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടത് എന്ന് നോക്കാം. ആദ്യം നമുക്ക് ത്രെഡ് വേണം. ഓക്കെ, ഇങ്ങനത്തെ ത്രെഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതല്ലാതെ ഉള്ള ത്രെഡും ഉണ്ട്. നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യണത് ഇങ്ങനത്തെ ത്രെഡാണ് കേട്ടോ. ഓക്കെ. പിന്നെ ബിഗിനേഴ്സ് ആയതുകൊണ്ട് അതായത് ഫസ്റ്റിൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ത്രെഡാണ് ഏറ്റവും നല്ലത് ഉപയോഗിക്കാൻ. പിന്നെ ഈ ഒരു ത്രെഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു ത്രെഡിൽ 6 ഇഴകളായിട്ടാണ് ഈ ഒരു ഒറ്റ ത്രെഡ് ഉള്ളത്. ഈ ഒരു ത്രെഡിൽ 6 ത്രെഡ് വരുന്നുണ്ട്. ഓക്കെ, കണ്ടോ ഇതുപോലെ. അപ്പൊ നമുക്ക് ഇത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഈ ഒരു 6 ഇഴം കൂടി കൂട്ടിയിട്ട് നമുക്ക് ഇതുപോലെ വർക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് 3 ഇഴ ആക്കിയിട്ട്, അതായത് നമ്മളെ വർക്ക് അത്ര കട്ടില്ലാതെ ഇങ്ങനെ തിന്നായിട്ടാണ് വർക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് 3 ഇഴ എടുത്തിട്ട് വർക്ക് ചെയ്യാൻ ഉപയോഗിക്കാം. അതല്ല തിക്കായിട്ടാ വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഒറ്റ ത്രെഡ് വെച്ചിട്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ എടുക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ത്രെഡ് കേട്ടോ, എംബ്രോയിഡറി ചെയ്യാൻ ഉപയോഗിക്കുന്ന ത്രെഡ്. പിന്നെ നമുക്ക് വേണ്ടത് റിംഗ് ആണ്. ഓക്കെ, ഇത് 8 ഇഞ്ചിന്റെ റിംഗ് ആണ് കേട്ടോ. ഇത് 8 ഇഞ്ചിന്റെ റിംഗ് ആണ്. നമ്മൾ ഈ ഒരു റിംഗിന്റെ 2 എണ്ണമായിട്ടാണ് വരിക. ഉള്ളിലൊന്ന്, പിന്നെ പുറത്തേക്ക് ഒന്ന്, അതിനേക്കാളും ഉള്ളിലത്തേനേക്കാളും ഒന്നും കൂടി വലുതായിട്ടാണ് പുറത്തേക്ക് ഇങ്ങനെ സ്ക്രൂ ഒക്കെ ആയിട്ട് ഇത് ടൈറ്റ് ചെയ്ത് കൊടുക്കാനാണ്. ഓക്കെ, ഈ ഒരു ഉള്ളിലത്തതാണ് നമ്മൾ അളക്കുക. ഈ ഒരു ഉള്ളിലത്തത് ഇവിടെ തൊട്ടിട്ട് ഇതുവരെ അളക്കുമ്പോൾ ഇവിടെ 8 ഇഞ്ചാണ് കിട്ടുക. ഓക്കെ, അപ്പൊ ഇത് 8 ഇഞ്ചിന്റെ റിംഗ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 6 ഇഞ്ച് 7 ഇഞ്ച് അങ്ങനെ പല അളവിലും നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് 6 or 7 ഇഞ്ച് വാങ്ങാത്തവര് 6 or 7 ഇഞ്ച് വാങ്ങാം. അതല്ല 8 ഇഞ്ചൊക്കെ കയ്യിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അതായാലും മതി, കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടത് നീഡിലാണ്. ഇതാണ് എംബ്രോയിഡറി നീഡില്. ഇതിന്റെ ഹോള് കുറച്ച് വലുതായിരിക്കും. കണ്ടോ, ഇതിന്റെ ഹോള് കുറച്ച് വലിയ ഹോളായിരിക്കും. ഇതാണ് നീഡില്. ഓക്കെ, പിന്നെ ഇതാണ് ക്ലോത്ത്. ഇതൊരു കോട്ടൺ പോലത്തെ ക്ലോത്ത് ആണ്. ഇതിന് പോപ്ലിംഗ് ക്ലോത്ത് എന്നാണ് പറയാ. ഓക്കെ, ഇതാണ് ക്ലോത്ത്. അപ്പൊ ഈ വൈറ്റ് പല കളറ് നമുക്ക് കിട്ടും. വൈറ്റ് തന്നെ നമുക്ക് ക്ലാസ്സിൽ ചെയ്യാൻ വൈറ്റ് തന്നെ വാങ്ങാൻ ശ്രദ്ധിക്കുക കേട്ടോ. വൈറ്റിൽ ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു പെർഫെക്ഷൻ അത് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ വൈറ്റിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇതാണ് ക്ലോത്ത്, കുറച്ച് കട്ടിയുള്ള ഒരു ക്ലോത്ത് ആണ്. പിന്നെ നമുക്ക് കത്രിക വേണം ത്രെഡ് കട്ട് ചെയ്യാന്. പിന്നെ നമ്മൾ ഈ ഒരു ഫ്രീ ക്ലാസ്സിൽ 2 മിറർ വർക്ക് വരുന്നുണ്ട്. അതായത് മിറർ വർക്കിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മിറർ വർക്കിൻ്റെതും അതല്ലാതെ ഒരു മിറർ വർക്കും വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ വലിയ സൈസിൽ മിറർ കിട്ടും, ചെറിയ സൈസിൽ കിട്ടും. അത് ഏതാണോ നിങ്ങളൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത് അത് വാങ്ങിച്ചാലും മതി. ഓക്കെ, പിന്നെ ഈ മിറർ ഒട്ടിച്ചെടുക്കാൻ ഫാബ്രിക് ഗ്ലൂ വേണം. ഓക്കെ, പിന്നെ നമുക്ക് പിക്ചറുകൾ നിങ്ങൾക്ക് കൈയിട്ട് വരക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വരച്ചെടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ യെല്ലോ കാർബൺ പേപ്പർ വാങ്ങാൻ കിട്ടും. ഓക്കെ, ഇതുപോലത്തെ യെല്ലോ കാർബൺ പേപ്പർ കിട്ടും. അപ്പോൾ അതന്നെ യെല്ലോ കാർബൺ തന്നെ യൂസ് ചെയ്യണം. ബ്ലാക്കോ ബ്ലൂവോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. യെല്ലോ കാർബൺ പേപ്പർ തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ യെല്ലോ കാർബൺ പേപ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് പിക്ചർ പ്രിന്റ് എടുത്തിട്ട് ട്രേസ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാൻ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ബോർഡ് മോട്ടീഫ് അങ്ങനെ 2 രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഞാനിവിടെ അത് കാണിച്ചു തരാം. ഇത് ഞാനിപ്പോ നമുക്ക് പിന്നെ സ്റ്റിച്ച് ബോർഡ് ആക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഞാൻ ചെറുതായിട്ടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുമ്പോൾ വലുതായിട്ട് തന്നെ എടുക്കാം. ഇതിന്റെ അളവ് എന്ന് പറയുന്നത്, ഇതിന്റെ വീതി 5 ഇഞ്ചും വിഡ്ത്ത് എന്ന് പറയുന്നത് 6 ഇഞ്ചുമാണ്. ഓക്കെ, 6 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ വീതി ഒരു 7 ഇഞ്ചും ലെങ്ത് ഒരു 9 ഇഞ്ചൊക്കെ എടുക്കാം. 9-10 ഇഞ്ചൊക്കെ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ബോർഡും വേണം, അതുപോലെ നമുക്ക്
മോട്ടിഫും വേണം. മോട്ടിഫ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഒരു ലൈന് വരച്ചിട്ട് ആ ഒരു ലൈനിലാണ് നമ്മൾ ചെയ്ത് നോക്കുക സ്റ്റിച്ചസ്. ആ ഒരു സ്റ്റിച്ചസ് നമ്മൾ ആ ലൈനിൽ ചെയ്തതിന് ശേഷം അത് നമുക്ക് പിക്ചറിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോട്ടിഫ് എന്ന് പറയുന്നത്. പിക്ചറിൽ ചെയ്യുന്നതിനെയാണ് മോട്ടിഫ് എന്ന് പറയുന്നത്. ഈ പിക്ചറിൽ ചെയ്യുന്ന തുണി എങ്ങനെ കട്ട് ചെയ്തെടുക്കാന്ന് വെച്ചാൽ, നമ്മളിപ്പോ ഈ 8 ഇഞ്ചിന്റെ റിംഗ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളൊരു 9 അതായത് 9.5 ഇഞ്ച്, 9-9.5 ഇഞ്ചോ പിന്നെ ലെങ്ത്തും വിഡ്ത്തും നാലും സൈഡിലും ആ ഒരു സൈസിൽ, അപ്പൊ 8 ഇഞ്ച് ആവുമ്പോ ഇതിപ്പോ 8 ഇഞ്ചിന്റെ റിങ്ങിൽ കൊള്ളണ രീതിക്കാണ് ഞാൻ ഈ ഒരു ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 8 ഇഞ്ചിൽ നിങ്ങൾ ഒരു 9.5, 4 സൈഡിലും 9.5 ഇഞ്ച്, 9.5 ഇഞ്ചോളം ആക്കിയിട്ട് വേണം നിങ്ങൾ ഇതെടുക്കാൻ, ഈ ഒരു മോട്ടിഫിന്റെ പിന്നെ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാൻ. ഓക്കെ, എന്നാലാണ് നമുക്ക് ഈ റിങ്ങിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ടൈറ്റ് ചെയ്തിട്ട് പിന്നെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ, വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ മോട്ടിഫിന് വേണ്ടിയിട്ടുള്ള ക്ലോത്തും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ നിങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ട് തന്നെ നിങ്ങളെ റിങ്ങിനനുസരിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾ 6 ഇഞ്ച് ആണെങ്കിൽ 7 or 7.5 അങ്ങനെ. അപ്പോൾ 7.5 ഇഞ്ചിൽ എടുക്കാവും ഏറ്റവും നല്ലത്. കാരണം കുറച്ച് തുമ്പ് പുറത്തേക്ക് നിന്നാലാണ് നിങ്ങൾക്ക് അത് വലിച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ റിങ്ങിനനുസരിച്ചിട്ടാണ് നമ്മൾ മോട്ടിഫിനുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുക്കേണ്ടത്. പിന്നെ സ്റ്റിച്ച് ബോർഡ് ഞാൻ പറഞ്ഞ ആ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്താൽ മതി. വീതി 7 ഇഞ്ചും ലെങ്ത് 10 ഇഞ്ചൊക്കെ. ഓക്കെ, ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് ചെയ്തിട്ട് പിക്ചറിലും ചെയ്ത് കാണിക്കണ കാരണമാണ് ഞാൻ ചെറിയൊരു സ്റ്റിച്ച് ബോർഡ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതായത് ചെറുതാക്കിയിട്ട് എടുത്തിട്ടുള്ളത്, ചെറിയ അളവിൽ എടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ,